മലയാള സിനിമയിലെ പൊന്ന് അമ്മയായ കവിയൂർ പൊന്നമ്മ. നെറ്റിയിലെ വലിയ വട്ടപ്പൊട്ടും ചിരിച്ച മുഖവും അടയാളമായി മാറിയ നടി. മലയാള സിനിമയിലെ താരങ്ങളുടെ അമ്മ. താരങ്ങളുമായി നല്ല അടുപ്പം നിലനിർത്തിയിരുന്ന വ്യക്തി. നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് അരങ്ങേറി 700-ലധികം സിനിമകളിൽ വേഷം ചെയ്ത താരം. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ അഭിനേതാക്കളുടെ അമ്മ വേഷം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ നടി. കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു വ്യക്തിയുണ്ട്, മണിസ്വാമി. മണിസ്വാമി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവ് മണിസ്വാമി എന്ന് പറയുന്നതായിരിക്കും എളുപ്പം മനസ്സിലാക്കാൻ നല്ലത്. പാലക്കാട് ഒരു ബിസിനസ് കുടുംബത്തിലാണ് മണിസ്വാമി ജനിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം എറണാകുളം മഹാരാജാസ് കോളേജിൽ ബിരുദ പഠനത്തിനായി ചേർന്നു. സിനിമയും സാഹിത്യവുമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ബിരുദ പഠനത്തിന് ശേഷം അച്ഛൻ പറഞ്ഞതനുസരിച്ച് ബിസിനസ്സിൽ ചേർന്നെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സും ചിന്തയും സിനിമയിലായിരുന്നു. ബിരുദ പഠനത്തിന് ശേഷം അച്ഛൻ പറഞ്ഞതനുസരിച്ച് ബിസിനസ്സിൽ ചേർന്നെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സും ചിന്തയും സിനിമയിലായിരുന്നു. അന്ന് സൗത്ത് ഇന്ത്യൻ സിനിമകളുടെ ക്യാപിറ്റൽ എന്ന് പറയപ്പെടുന്ന സ്ഥലമായ മദ്രാസിലേക്ക് ആ സിനിമാ മോഹം മണിസ്വാമിയെ എത്തിച്ചു. അതെ, ബിസിനസ് കുടുംബത്തിൽ നിന്നും സിനിമയിലേക്ക് കാലെടുത്തു വെക്കുന്നതിൽ നിന്നും മനസ്സിലാക്കാം അദ്ദേഹം വേറിട്ട വഴിയിൽ സഞ്ചരിച്ച വ്യക്തിയായിരുന്നു. PN മേനോൻ സംവിധാനം ചെയ്ത ചിലമ്പൊലി എന്ന ചിത്രത്തിലൂടെയാണ് മണിസ്വാമിയുടെ സിനിമാ ജീവിതം തുടങ്ങുന്നത്. സ്വന്തം സങ്കല്പത്തിലുള്ള സിനിമയെടുക്കണമെങ്കിൽ നിർമ്മാണം നിർവഹിക്കുന്നത് ഉചിതമാണെന്ന് മണിസ്വാമിക്ക് തോന്നി. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബിസിനസ് കുടുംബത്തിലെ അംഗമായ മണിസ്വാമിക്ക് സിനിമാ നിർമ്മാണം വിദൂരമായ ഒരു കാര്യമായിരുന്നില്ല. അദ്ദേഹം തന്നെ കഥയെഴുതിയ റോസി എന്ന സിനിമയുടെ കഥയും തിരക്കഥയുമായി വീണ്ടും PN മേനോനെ സമീപിച്ചു. മലയാളത്തിൽ ആദ്യമായി മുഴുവനായും ഔട്ട്ഡോറിൽ ചിത്രീകരിച്ച സിനിമയാണ് റോസി. P. ഭാസ്കരൻ മാസ്റ്റർ എഴുതി KV ജോബ് സംഗീത സംവിധാനം ചെയ്ത് ദാസേട്ടൻ പാടിയ മലയാളത്തിലെ എവർഗ്രീൻ ഹിറ്റായ അല്ലിയാമ്പൽ കടവിൽ എന്ന ഗാനം ഈ സിനിമയിലേതാണ്. പിന്നീട് ലൗഡ് സ്പീക്കർ എന്ന മമ്മൂട്ടി സിനിമയിൽ വിജയ് യേശുദാസ് ആലപിച്ച് ഈ ഗാനത്തിന്റെ റീമേക്കും ചെയ്തിട്ടുണ്ട്. റോസി കമേഴ്ഷ്യലി നോക്കുമ്പോൾ സാമ്പത്തികമായി ലാഭം നേടാൻ കഴിഞ്ഞ സിനിമയാണ്. കവിയൂർ പൊന്നമ്മ ആദ്യമായി നായികയായ സിനിമയായിരുന്നു റോസി. അതിന്റെ സെറ്റിൽ വെച്ചാണ് തന്റെ ജീവിതത്തിലെ നായികയാവാൻ കവിയൂർ പൊന്നമ്മയെ മണിസ്വാമി വിളിച്ചത്. ഒരു പ്രണയമുണ്ടായിരുന്ന പൊന്നമ്മ ആ പ്രണയം വിവാഹത്തിലെത്താൻ മതം മാറണമെന്ന ആവശ്യമുയർന്നപ്പോൾ തന്റെ ഇളയ സഹോദരിമാരെയൊക്കെ കുറിച്ച് ചിന്തിച്ച് ആ ബന്ധം വേണ്ടെന്ന് വെച്ച് നിൽക്കുന്ന സമയത്താണ് മണിസ്വാമി ഇങ്ങനെയൊരു വിവാഹകാര്യം അവതരിപ്പിക്കുന്നത്. പൊന്നമ്മ സമ്മതിക്കുകയും 1969 മദ്രാസിലെ ഒരു അമ്പലത്തിൽ വെച്ച് ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു. എന്നാൽ ആ ബന്ധത്തിന് ആയുസ് കുറവായിരുന്നു. അവർ വേർപെട്ടാണ് കഴിഞ്ഞിരുന്നത്. രണ്ടുപേരും 2 ധ്രുവങ്ങളിലായിരുന്നെന്നും അദ്ദേഹം ഒരിക്കൽ പോലും സ്നേഹമായി പെരുമാറിയിട്ടില്ലെന്നുമൊക്കെ പൊന്നമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വേർപിരിയലിന് പിന്നിലെ യാഥാർത്ഥ്യം അവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയുകയുള്ളൂ. റോസിക്ക് ശേഷം ക്രോസ് ബെൽറ്റ് മണി സംവിധാനം ചെയ്ത മനുഷ്യബന്ധങ്ങൾ എന്ന സിനിമയാണ് മണിസ്വാമി നിർമ്മിക്കുന്നത്. വിൻസെന്റ് സംവിധാനം ചെയ്ത ധർമ്മയുദ്ധമായിരുന്നു അത് കഴിഞ്ഞുള്ള അദ്ദേഹം നിർമ്മിച്ച ചിത്രം. കുറച്ച് സിനിമകൾ നിർമ്മിച്ച ശേഷം അദ്ദേഹം സംവിധാനത്തിലേക്ക് ചുവടുവെച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് ഉരുട്ടിക്കൊല ചെയ്യപ്പെട്ട രാജന്റെ കഥ പറഞ്ഞുകൊണ്ടുള്ള രാജൻ പറഞ്ഞ കഥയാണ് സംവിധാനം ചെയ്ത ആദ്യത്തെ ചിത്രം. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ സെൻസർ ബോർഡ് ഏറ്റവും കൂടുതൽ കട്ട് ചെയ്ത സിനിമയും ഇതുതന്നെയാണ്. ഈ സിനിമ പുറത്തിറക്കാൻ വേണ്ടി ഒരുപാട് നടക്കേണ്ടി വന്നെങ്കിലും പ്രതീക്ഷിച്ചത്ര റിസൾട്ട് ഇതിന് കിട്ടിയില്ല. ഇത് അദ്ദേഹത്തെ കടക്കെണിയിലാക്കി. മംഗളം നേരുന്നു, ചക്രവാകം എന്ന സിനിമകളുടെ തിരക്കഥ എഴുതിയെങ്കിലും കടത്തിൽ നിന്ന് കരകയറാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇത് മാനസികമായും മണിസ്വാമിയെ ഒരുപാട് തളർത്തി. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ഒട്ടും സുഖകരമായിരുന്നില്ല. ഗുരുവായൂർ അമ്പലനടയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരാളായി അദ്ദേഹം മാറി. അസുഖങ്ങളും പിടിപെട്ടു. കവിയൂർ പൊന്നമ്മ ഒരുപാട് വേഷങ്ങളുമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കാലമായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് കവിയൂർ പൊന്നമ്മ മണിസ്വാമിയെ ആലുവയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുവന്നു. അകന്നു താമസിച്ചെങ്കിലും മണിസ്വാമിയുടെ അവസാന നാളുകൾ പൊന്നമ്മയ്ക്കൊപ്പം തന്നെയായിരുന്നു. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് സംസാരശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട അദ്ദേഹം ആ ദിവസങ്ങളിൽ പൊന്നമ്മയോട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചിരുന്നു. കൈപിടിച്ച് കരയുമായിരുന്നു. ചെയ്തുപോയ തെറ്റുകളുടെ തിരിച്ചറിവ് ഉണ്ടായതുപോലെ തോന്നിയിരുന്നെന്ന് പൊന്നമ്മ പറഞ്ഞിരുന്നു.
സഹനത്തിന്റെയും വാത്സല്യത്തിന്റെയും നിറകുടമായി സിനിമകളിൽ നിറഞ്ഞാടിയ കവിയൂർ പൊന്നമ്മ അവസാന കാലത്ത് മണിസ്വാമിയെ ഒപ്പം കൂട്ടിയെങ്കിലും മണിസ്വാമിയുമായി 30 വർഷകാലം പിരിഞ്ഞു നിൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ.